വർഷം 2013. ഫ്രാൻസിസ് പാപ്പ കത്തോലിക്ക സഭയുടെ 266 മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട് ദിവസങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. റോമിലെ കാസ ഡെൽ മോർമോയിലുള്ള ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള ജയിലിൽ അദ്ദേഹം സന്ദർശനം നടത്തുന്നു. അത് വിശുദ്ധ വാരത്തിലെ ഒരു പെസഹ ദിനമായിരുന്നു. ക്രൈസ്തവ മതവിശ്വാസങ്ങളുടെ നടപ്പ് രീതിയിൽ നിന്നും വ്യത്യസ്തമായി അന്ന് മാർപ്പാപ്പ ജയിലിലുണ്ടായിരുന്ന 2 പെൺകുട്ടികളടക്കം 12 പേരുടെ പാദങ്ങൾ കഴുകി, അവയിൽ ചുംബിച്ചു. പെൺകുട്ടികളിൽ ഒരാൾ മുസ്ലിം ആയിരുന്നു. യാഥാസ്ഥിതിക മത പൊതുബോധത്താൽ എക്കാലത്തും കെട്ടുപിണഞ്ഞു കിടന്നിരുന്ന കത്തോലിക്ക സഭയിൽ മാറ്റങ്ങളുടെ വെളിച്ചം വീശിയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കടന്നുവരവ്. ആ കടന്നുവരവിൽ അരികുവൽക്കരിക്കപ്പെട്ടവരെയും അഭയാർത്ഥികളെയും ദരിദ്രരെയും ലൈംഗിക ന്യൂനപക്ഷങ്ങളെയും അദ്ദേഹം ചേർത്തു പിടിച്ചു. 4 മാസങ്ങൾക്കു ശേഷം ബ്രസീൽ സന്ദർശനം കഴിഞ്ഞു മടങ്ങവേ സ്വവർഗാനുരാഗത്തെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് വിധിക്കാൻ ഞാൻ ആര് എന്ന മറുചോദ്യത്തിലൂടെ അദ്ദേഹം ചേർത്തു പിടിക്കലിന്റെ രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തി. ഗസയിൽ കൊല്ലപ്പെട്ട മനുഷ്യർക്കു വേണ്ടി അവസാന നാളിലും അദ്ദേഹം പ്രസ്താവനകൾ ഇറക്കി. അങ്ങനെ വിധിക്കാൻ ഞാൻ ആര് എന്ന ചോദ്യം എത്രയോ തവണ ലോകത്ത് മുഴങ്ങിക്കേട്ടു. മതവിശ്വാസങ്ങളിൽ യാഥാസ്ഥികത തന്നെ പിന്തുടരുമ്പോഴും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ജീവിതം ഒരു രാഷ്ട്രീയ പ്രഖ്യാപനം കൂടിയാകുന്നുണ്ട്. സഭ അക്കാലം വരെയും പിന്തുടർന്നിരുന്ന നടപ്പ് രീതികളെ തിരുത്തിക്കുറിച്ചും അധികാര ഘടനയിൽ മാറ്റം വരുത്തിയും അഴിച്ചുപണിതും കർശനമായ നടപടികളെടുത്തും സഭയുടെ ഭാവവും ഭാഷയും മാറ്റുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. കരുണയും ലാളിത്യവും നിറഞ്ഞു നിൽക്കുന്ന ജീവിത രീതിയും ഉൾക്കൊള്ളലിന്റെയും വൈവിധ്യങ്ങളെ അംഗീകരിച്ച് തുല്യത ഉറപ്പാക്കുന്നതിന്റെയും രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ ഓരോ തീരുമാനങ്ങളിലും മുഴങ്ങി കേൾക്കാമായിരുന്നു. സഭയുടെ ചരിത്രപരമായ തെറ്റുകൾക്ക് നിരൂപാധികം മാപ്പ് ഉപേക്ഷിച്ച അദ്ദേഹം ബാലപീഡനം, മറ്റ് ലൈംഗിക കുറ്റകൃത്യങ്ങൾ എന്നിവയിൽ ഉൾപ്പെട്ട വൈദികർക്കും മെത്രാന്മാർക്കുമെതിരെ നടപടിയെടുത്തും സഭാഭരണത്തിൽ വനിതകൾക്ക് പ്രാതിനിധ്യം നൽകിയും സഭയ്ക്കുള്ളിലെ തിരുത്തൽവാദിയായി. സഭയിലും സമൂഹത്തിലും സ്ത്രീകളുടെ പദവി അംഗീകരിച്ചു. വാഷിംഗ്ടൺ ആർച്ച് ബിഷപ്പായിരുന്ന കർദിനാൾ തിയോഡർ മർക്കാരിക്കിനെതിരെ സീറോ ടോളറൻസ് പ്രഖ്യാപിച്ചയാളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. സെമിനാരിയിൽ പുതുതായി ചേർന്ന ചെറുപ്പക്കാരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നുവെന്നായിരുന്നു മർക്കാരിക്കിനെതിരായുണ്ടായിരുന്ന ആരോപണം. വിഷയം വിവാദമായപ്പോൾ മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ മർക്കാരിക്കിനെതിരെ നടപടിയെടുത്തു. വർഷങ്ങളായി മർക്കാരിക് സെമിനാരിയിലെത്തുന്ന ചെറുപ്പക്കാരെ ലൈംഗികമായി ചൂഷണം ചെയ്തിരുന്നുവെങ്കിലും അത് തുറന്നു കാട്ടപ്പെടുന്നതും നടപടിയെടുക്കുന്നതും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്താണ്. സ്ത്രീകളുടെ പൗരോഹിത്യത്തിലേക്കുള്ള ആദ്യപടി എന്നോണം ഡീക്കൻ പട്ടം നൽകണമെന്ന വാദം സഭയ്ക്കുള്ളിൽ ആദ്യം ഉന്നയിച്ചത് അദ്ദേഹമായിരുന്നു. എന്നാൽ അത് യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. എന്നിരുന്നാലും സഭയുടെ തീരുമാനമെടുക്കുന്ന എല്ലാ തലങ്ങളിലും സ്ത്രീകൾ ഉണ്ടാകണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. കൂടുതൽ സ്ത്രീകളെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനും അദ്ദേഹം ശ്രദ്ധിച്ചു. പെസഹ ദിവസത്തെ ചടങ്ങുകളിൽ സ്ത്രീകളുടെ കാല് കഴുകാമെന്ന മാർപ്പാപ്പയുടെ തീരുമാനം ചരിത്രമായിരുന്നു. അത് സഭയ്ക്കുള്ളിലെ പാരമ്പര്യവാദികൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല. ഇതര മതസ്ഥരടക്കമുള്ള സ്ത്രീകളുടെ കാല് മുൻപ് കഴുകിയിട്ടുണ്ടെങ്കിലും സ്ത്രീകൾക്ക് മാത്രമായി ഇങ്ങനൊരു ചടങ്ങ് ആദ്യമായിരുന്നു. അങ്ങനെ 2024 പെസഹ ദിനം സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന്റെ കൂടി പ്രഖ്യാപനമായി മാറി. എന്നാൽ പാരമ്പര്യവാദികളും വ്യക്തിസഭകളും ഈ നിലപാടിനെ അംഗീകരിക്കാൻ തയ്യാറായില്ല. അലിവിനെയും ആർദ്രതയെയും കുറിച്ച് ഉദ്ഘോഷിച്ചപ്പോഴെല്ലാം തടവുകാരെയും അഭയാർത്ഥികളെയും മനുഷ്യക്കടത്തിനിരയായവരെയും അദ്ദേഹം ഒപ്പം കൂട്ടി. തന്റെ മരണത്തിന് തൊട്ടു മുമ്പുള്ള ദിവസം നൽകിയ ഈസ്റ്റർ സന്ദേശത്തിലും യുക്രൈനിലെയും ഗസയിലെയും അഭയാർത്ഥികളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അനധികൃത കുടിയേറ്റക്കാരെ ചെങ്ങലക്കിട്ട് മാനുഷിക പരിഗണന നൽകാതെ മനുഷ്യത്വ വിരുദ്ധമായി പെരുമാറിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും അദ്ദേഹം വിശദമായി വിമർശിച്ചു. ബൈബിളിലെ പുറപ്പാട് പുസ്തകത്തെ ഉദ്ധരിച്ച് മാർപ്പാപ്പ കുടിയേറ്റത്തെക്കുറിച്ചും അഭയാർത്ഥികളെക്കുറിച്ചും സംസാരിച്ചു. അധികാരം ഉപയോഗിച്ചുള്ള ഏതു നയത്തിന്റെയും തുടക്കവും ഒടുക്കവും മോശമായിരിക്കുമെന്ന് അദ്ദേഹം മുൻകരുതലുകൾ നൽകി. ഓരോ രാജ്യത്തിന്റെയും അതിർത്തികൾ സംരക്ഷിക്കാൻ അവർക്ക് അവകാശമുണ്ടെന്ന് അംഗീകരിക്കുമ്പോൾ തന്നെ കുടിയേറ്റക്കാരെ മാന്യമായി കൈകാര്യം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകമെമ്പാടും ക്യൂർ വിരുദ്ധ രാഷ്ട്രീയം യാഥാസ്ഥിക മതശക്തികളുടെ ആക്രമണത്തിനിരയാകുകയും അതിനെതിരെ ക്യൂർ മനുഷ്യർ സന്ധിയില്ലാതെ പോരാടുകയും ചെയ്യുന്ന കാലത്ത് മതച്ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ അവർക്കൊപ്പം നിന്നയാളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. സ്വവർഗ ദമ്പതികൾക്ക് കൂദാശകളുടെയോ ആരാധനക്രമങ്ങളുടെയോ ഭാഗമല്ലാതെ ആശീർവാദം നൽകാൻ കത്തോലിക്ക വൈദികർക്ക് അദ്ദേഹം അനുവാദം നൽകി. ആ ഉത്തരവ് ഒരു വിപ്ലവം കൂടിയായിരുന്നു. സ്വവർഗാനുരാഗികളെ എക്കാലത്തും എതിർക്കുകയും സ്വവർഗാനുരാഗത്തെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന യാഥാസ്ഥിതിക നിലപാടായിരുന്നു സഭ എല്ലാ കാലത്തും എടുത്തു പോന്നിരുന്നത്.
മാത്രമല്ല, വിവാഹമെന്നാൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ആജീവനാന്ത ഉടമ്പടിയാണ് എന്ന കാഴ്ചപ്പാടും സഭയ്ക്കുണ്ട്. ഇതിലൊന്നും മാർപ്പാപ്പയുടെ ഉത്തരവ് മാറ്റം വരുത്തിയില്ല എങ്കിലും സ്വവർഗാനുരാഗികളെ അതിരുകടന്ന ധാർമ്മിക വിചാരണയിലൂടെ തടയേണ്ടതില്ല എന്ന വത്തിക്കാൻ രേഖയിലെ പ്രഖ്യാപനം ഏറെ ശ്രദ്ധേയമായിരുന്നു. സ്വവർഗാനുരാഗികളോടുള്ള അനുകൂല നിലപാടുകളും അവരുടെ ധാർമ്മിക അവകാശങ്ങളെക്കുറിച്ചുള്ള തെളിവുള്ള ബോധ്യങ്ങളും അദ്ദേഹത്തെ മറ്റു മതമേലധ്യക്ഷന്മാരിൽ നിന്ന് വ്യത്യസ്തനാക്കി. സ്വവർഗ പങ്കാളികളുടെ ബന്ധത്തിന് നിയമപരിരക്ഷ നൽകണമെന്നും അവർക്കും കുടുംബ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവകാശമുണ്ടെന്നും അദ്ദേഹം ആവർത്തിച്ചു. സ്വവർഗാനുരാഗം പാപമാണെന്ന് നിരന്തരം പറയുകയും അതിന്റെ മനുഷ്യാവകാശപരവും നിയമപരമായ സാധ്യതകളെ നിസ്സന്ദേഹം തള്ളിക്കളയുകയും ചെയ്ത ഒരു സഭയുടെ തലപ്പത്തിരുന്നാണ് വിപ്ലവകരവും പ്രതീക്ഷാനിർഭരവുമായ ആശയങ്ങൾ അദ്ദേഹം വിശ്വാസി സമൂഹത്തിന് മുന്നിലേക്ക് വെച്ചത്. വേഗത്തിലുള്ള ഫലം ആഗ്രഹിക്കുന്ന രാഷ്ട്രീയത്താൽ നയിക്കപ്പെടുന്ന മനോഭാവത്തിനു പകരം മനുഷ്യരെയും ജീവിതത്തെയും സമൂഹത്തെയും പ്രകൃതിയുമായുള്ള ബന്ധത്തെക്കുറിച്ചും പുതിയ ചിന്താരീതികൾ ആവശ്യമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പക്ഷം. രാഷ്ട്രീയത്തിനു പുറമെ പരിസ്ഥിതി, സാമ്പത്തികം, ശാസ്ത്രം എന്നീ മേഖലകളിലും അദ്ദേഹം ഇടപെടലുകൾ നടത്തി. മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ തന്റെ പേരിലും അദ്ദേഹം രാഷ്ട്രീയം പേറി. അശരണർക്കായി അവരിൽ ഒരാളായി ജീവിച്ച അസീസിയയിലെ വി ഫ്രാൻസിസിന്റെ പേര് അദ്ദേഹം സ്വന്തം പേരായി തെരഞ്ഞെടുക്കുകയായിരുന്നു. കോർപ്പറേറ്റ് വൽക്കരണത്തെയും സാമൂഹിക സാമ്പത്തിക അസമത്വത്തെയും അദ്ദേഹം പല കാലങ്ങളിൽ വിമർശിച്ചു. നിർമ്മിത ബുദ്ധി അടക്കമുള്ള പുത്തൻ ശാസ്ത്രീയ പരിവേഷങ്ങളെ സംശയത്തോടെ കാണുന്നതിനു പകരം അവയ്ക്കൊപ്പം സഞ്ചരിക്കാൻ ആഹ്വാനം ചെയ്തു. 2015 മാർപ്പാപ്പ എഴുതിയ ചാക്രിക ലേഖനമായ സ്തുതിയായിരിക്കട്ടെ പാരിസ്ഥിതിക ചർച്ചകളെ വളരെയധികം സ്വാധീനിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ മുൻ മാതൃകകളില്ലാത്ത തരത്തിൽ അദ്ദേഹം വ്യത്യസ്തനായി തുടർന്നു. സഭയ്ക്കുള്ളിൽ നിന്നുമായിരുന്നു അദ്ദേഹം തിരുത്തൽ ആരംഭിച്ചത്. അധികാരഘടനയോട് കലഹിച്ചും പാരമ്പര്യവാദികളുടെ എതിർപ്പുകളിൽ കുരുങ്ങാതെയും കത്തോലിക്ക സഭയ്ക്കുള്ളിൽ മനുഷ്യപക്ഷക്കാരനായി അദ്ദേഹം തുടർന്നു. യാഥാസ്ഥികതയുടെ കോട്ട കൊത്തളമായിരുന്ന കത്തോലിക്ക സഭയ്ക്കുള്ളിൽ നിന്നും തിരുത്തൽ പ്രക്രിയ ആരംഭിച്ചതുകൊണ്ടാകാം സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും ഫെമിനിസ്റ്റുകളും ക്യൂർ ആക്ടിവിസ്റ്റുകളും ഇദ്ദേഹത്തിന്റെ മരണത്തിൽ വേദന പങ്കിടുന്നത്.